കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഈ വർഷം 1000 കേന്ദ്രങ്ങളിലാണ് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ തന്നെ അഴീക്കോട് പഞ്ചായത്തിലുള്ള സിലേഷിൻ്റെ പൂന്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം പൂക്കളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് ഈ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നമുക്ക് ആരംഭിക്കണം. ഇപ്പം നമ്മൾ നല്ല ചുവന്ന ചെണ്ടുമല്ലി പൂത്ത തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് മഞ്ഞ ചെണ്ടുമല്ലി പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചധികം പൂക്കൾ വന്ന് ഇനി ഒരുപാട് പൂക്കൾ വിരിയാനുണ്ട്. അപ്പോൾ ഏതായാലും സിലേഷിൻ്റെ തോട്ടത്തിലെ ഈ പൂക്കൃഷിയെ സംബന്ധിച്ച വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഇപ്പം നമ്മൾ തൈകൾ തന്നിട്ട് ഇപ്പം എത്ര ദിവസമായി ഇപ്പം ശരിക്കും കിട്ടിയിട്ട്? 80 ദിവസം. 80 ദിവസമായി. ഇത് കുറച്ച് വേഗം വിരിയുന്ന ചെടികളാണ്. ഈ ഓറഞ്ച് കളർ ഓറഞ്ച് വേഗം വിരിയും. അത് കുറച്ച് നീളത്തിൽ തന്നെ വിരിയുന്ന ചെടികളാണ് ആയിട്ട്. അപ്പൊ മഞ്ഞ അത്ര ആവൂല, അതിനെക്കാട്ടി കൂടുതലായിട്ട് മഞ്ഞള് നമുക്ക് പൂക്കൾ വിരിയുന്നേ ഉള്ളൂ. കുറച്ച് മഞ്ഞള് വിരിഞ്ഞാൽ തുടങ്ങി. ആദ്യത്തെ പൂക്കളെല്ലാം വിരിഞ്ഞ്. ഇനിയിപ്പോ നമുക്ക് ആദ്യത്തെ പൂക്കളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ എല്ലാ എത്ര തൈകൾ നട്ടു? ഇതിപ്പോ 10,000 ചെടികൾ 10,000 തൈകൾ മൊത്തം നമ്മള്, അതായത് മഞ്ഞയും ഓറഞ്ചും എല്ലാം കൂടിയിട്ട് 10,000 തൈകൾ നട്ടു. എനിക്ക് തോന്നുന്നു ഇതാണ് ഒരുപാട് മുട്ടുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ പൂക്കൾ ഉണ്ടല്ലോ, ഈ വിരിഞ്ഞ പൂക്കൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് വിരിയും. ആദ്യം വിരിഞ്ഞ പൂക്കൾ കട്ട് ചെയ്യും. എല്ലാ ചെടിയിലും ആദ്യം വിരിഞ്ഞ പൂക്കൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ. ഇതിലിപ്പം നിങ്ങൾ നടുമ്പോ പിന്നെ പ്രത്യേക ഈ നടുമ്പോ ചേർത്ത വളമല്ലാതെ പിന്നീട് എന്തെങ്കിലും നമ്മൾ നടുമ്പ് ചേർത്തതിന് ശേഷം പിന്നെ രണ്ടാമത് നമ്മൾ അതേ വളം തന്നെ രണ്ടാമത് കൊടുക്കും. പലർക്കും ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നു എന്നല്ലാതെ പലർക്കും ഇതിൽ എന്ത് വളം ചേർക്കണം, എങ്ങനെയാണ് ഇതിനെ പരിചരിക്കേണ്ടത് എന്ന കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് അതുകൂടി പറഞ്ഞു കൊടുത്തു. സിലേഷ് എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇനി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എങ്ങനെയാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് അതിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി സിലേഷ് പറയും. അതെ, ഇതിപ്പോൾ അന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആര് സംശയം ചോദിച്ചാലും ഞാൻ ചെയ്യുന്ന രീതി തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതായത് രണ്ട് പ്രാവശ്യം വളം വെച്ച് കൊടുത്തിട്ട് വളം ഇട്ട് കൊടുത്തിട്ട് അന്ന് ഈ കൃഷി ചെയ്യുന്നത്. പച്ചക്കറി എങ്ങനെയാണെന്നോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ചെടിയായിട്ടൊരു നിസ്സാരമായിട്ട് കാണാതെ ഉണ്ട്. ഒരു ചെടിയിൽ ഒരു 70 മുതൽ 100 പൂക്കളോളം വിരിയുന്നുണ്ട്. അത്രയും പൂക്കൾ വിരിയേണ്ട വളങ്ങൾ ഇട്ട് കൊടുത്താൽ എന്ത് തന്നാലും ഇതുപോലുള്ള വളമുണ്ടാവും. ഞാൻ പോയടിക്കെല്ലാം വെച്ചാൽ വളത്തിൻ്റെ കുറവാണ് മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 പ്രാവശ്യം ആണ് വളം ചെയ്യുന്നത്. ഇത് അടിവളമായിട്ട് ഒരുക്കി ചെയ്തതിന് ശേഷം പിന്നെ ചെടികൾ ഒരു കുറച്ച് കരുത്തായതിനു ശേഷം രണ്ടാമതും ഒന്നും കൂടി വളം കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ രീതി. അപ്പോൾ വീടിന് അനുസരിച്ചുള്ള വളവും കൃത്യമായിട്ട് കിട്ടുമെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ വിളയിച്ചെടുക്കാൻ എല്ലാവർക്കും പറ്റും. ഞാൻ ഇപ്പോൾ എന്നെ വിളിച്ചെടുത്തിട്ട് 2-3 ഇടയ്ക്ക് ഞാൻ പോയെടുക്കില്ലെന്ന് വെച്ചാൽ മഴ പോയിട്ട് പിന്നെ ഒരു കുറച്ച് ദിവസം വെയിലടിക്കുമ്പോൾ ഒരു വെള്ളം നടക്കാത്തതുകൊണ്ട് വാടൽ രോഗമെന്നെല്ലാം പറഞ്ഞിട്ട് ചെടികളിലെ പൊരിച്ച് കളിയുന്നല്ല കണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഒരു കാരണം വെച്ചാൽ നിങ്ങൾ പൊരിക്കല്ല, പൊരിച്ചിടത്തോളം മതി. ഇനി പൊരിക്കല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന വെള്ളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടി ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അങ്ങനെയെല്ലാം ആയിട്ട് നല്ല റിസൾട്ട് തന്നെ എല്ലാവർക്കും കിട്ടും. ചെടി വാട്ടം വന്നവിടെ ആളുകൾ വാട്ടർ അപ്പോൾ ആരോ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് വാട്ടർ രോഗമാണ്, നിങ്ങൾ വെച്ചേക്കൊരു ചെടീനെ മെത്തും പൊരിച്ച് കളയുന്നത്. അപ്പോൾ അത് എല്ലാം പൊരിച്ച് നശിപ്പിച്ച് കളയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൊരിക്കല്ല, ഒരു കാരണവശാൽ പൊരിക്കൽ നല്ലോണം വെള്ളം കൊടുക്കും. വളം ഞാൻ ചാണകം ഉപയോഗിക്കില്ല, കോഴിവളം. കോഴിവളം നല്ല കോഴിവളം. അതെയോ? ചാണകം ഇല്ല, കോഴിവളം ഇട്ടിട്ടാണ് ഇത്രയും പൂക്കള് വന്നിരിക്കുന്നത്. അപ്പോൾ അല്ലെ, കോഴി വളർത്തുന്നവർക്കും സൗകര്യമാണ്. കോഴിവളം തന്നെ എന്റെ പച്ചക്കറികൾ തേച്ചും കോഴിവളം. ഈ കോഴിവളം ഇടുമ്പോ പിന്നെ ഈ കുറേ ദിവസം വെച്ച് അതിന് ശേഷമാണോ കോഴിവളം ഇടുന്നത്? അങ്ങനെ ഉണ്ടോ? കോഴിവളം നമ്മൾ ഫാം നേരിട്ടിട്ടല്ലേ എടുക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കോഴിവളം അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ആ ചാക്കിലേക്ക് സ്റ്റോക്ക് ചെയ്തിട്ട് ഓരോ കൊല്ലം പഴകുന്നത് മാത്രം നടത്തിട്ട് അങ്ങനെ വരും. പുതിയതായിട്ട് നേരിട്ടെടുത്ത ഭയങ്കര ചൂടായിരിക്കും. മഴക്കാലത്ത് ഉപയോഗിക്കാം, അല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ അടുത്ത ഈ 2 മാസം കഴിഞ്ഞാൽ എടുക്കുന്ന പച്ചക്കറിക്ക് വേണ്ടുന്ന കോഴിവളം ഞാൻ ഇപ്പോഴേ സെറ്റാക്കി ഇവിടെ കൊണ്ടുവച്ചു. ചാക്കയാക്കി ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ കഴിഞ്ഞപാട് ഇവിടെ ഒരു പച്ചക്കറി, ഇത് കഴിഞ്ഞിട്ട് പിന്നെ വയലിലേക്ക്. അതായത് പൂക്കൃഷി കഴിഞ്ഞ് നേരെ പിന്നെ വയലിൽ പച്ചക്കറി കൃഷിയിലേക്ക് പോയി. അതിനും കോഴിവളാണോ കൂടുതൽ? ചാണകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാണകത്തിന്റെ അത് ഭയങ്കര പുല്ലായിരിക്കും, കിള വരും. നമ്മളെ കോഴിവളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് കുറവാണ്, കളകൾ കുറവാണ്. ചാണകത്തിന് പിന്നെ കുറച്ചുകൂടി വില കൂടുതലുണ്ട്. വില കൂടുതൽ, പക്ഷെ അതിനെക്കാട്ടി എത്രയോ ഗുണമാണ് കോഴിവളം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഈ കർഷകന് ലാഭകരമായിട്ട് വരുന്നുണ്ടോ അല്ലെ നഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണ്? ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ കുറേ വർഷമായല്ലോ നമ്മൾ ചെയ്യുന്നത്, 4 വർഷമായി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലാഭകരമായിട്ട് തന്നെ ഈ പൂക്കൃഷി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ലാഭം തന്നെയാണ്. നല്ല ലാഭം എനക്ക് വെച്ചാൽ ഇവിടുന്ന് 1 കിലോ 200 രൂപ വെച്ചിട്ടാണ് ആള് തന്നിട്ട് കൊണ്ടുപോകുന്നത്. അതായത് അത്തം മുതൽ 10 ദിവസം പൂ വേറെ എവിടെയും കൊണ്ടുപോകണ്ട. കഴിഞ്ഞ കൊല്ലം പിന്നെ ചെറിയോണത്തിന് തലേന്ന് എനിക്ക് പൂ തരുന്നില്ല.
അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന പൂ ടൗണിൽ പോയിട്ട് വാങ്ങേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം കുറേ ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ പറ്റിയില്ല നാട്ടുകാർക്ക് തന്നെ. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും 10,000 ചെടികൾ വെച്ചിട്ട് നാട്ടുകാരെ പ്രശ്നം തീർക്കണം എന്ന് വെച്ചിട്ടാണ് 10,000 ചെടികൾ വെച്ചിട്ടുണ്ട്. ലാഭം എന്ന് വെച്ചാൽ ഈ സമയം, അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഓണത്തിന് മുന്നേ, അതായത് ഓണത്തിന്റെ അത്തത്തിനൊരു 10 ദിവസം മുന്നേ പൂക്കൾ ഒന്നാമത്തേത് വിരിഞ്ഞു വെക്കണം. ആ വിരിഞ്ഞത് ആദ്യം നമ്മൾ പറിച്ച് കളയും. അത് പറിച്ച് കളയണം. അത് ഇപ്പൊ മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ പറിച്ച് കളയാം. അന്നെങ്കിലേ അടുത്ത പൂക്കൾ അടുത്ത സെറ്റ് ചെയ്ത് വരും. അടുത്ത സെറ്റ് വരും. അത്തം മുതൽ നമുക്ക് എന്തായാലും പൂക്കൾ വേണമല്ലോ. അത്തത്തിന് മുതൽ പറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പറിക്കുന്നതിനെ പൂക്കൾ വരും. ഇതിപ്പോ 6-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഇത് ഫുൾ മഞ്ഞ മഞ്ഞ മൊത്തം വരും. ഇപ്പൊ 1-ാം തീയതി നമ്മളെ ഉദ്ഘാടനം ചടങ്ങ് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ വിരിഞ്ഞ പൂക്കളിലൊന്ന് ശരിക്കും ഓണത്തിന്, അതായത് തിരുവോണത്തിന് മുമ്പ് അല്ല അത്തത്തിന് മുമ്പ് നമ്മൾ എത്ര ദിവസം മുമ്പ് തന്നെ ഈ ചെടി നടും? കൃത്യമായിട്ട് അതിന് നമ്മൾ തീയതി വെച്ചിട്ട് തന്നെയാണോ നടുന്നത്? തീയതി വെച്ചിട്ട്. അത്തം എന്ന് പറയുന്നതിന് 90 ദിവസം മുമ്പ് 90 ദിവസം മുമ്പ് നമ്മൾ ചെടി നടണം. ചെടി എന്തായാലും നടണം. എന്നാലേ നമുക്ക് ഈ ഓണത്തിന് മുമ്പ് തന്നെ ഈ കുറച്ചുകൂടി വിരിഞ്ഞ് പൂക്കൾ കിട്ടുള്ളൂ. അതിൽ ഈ മഞ്ഞയും ഓറഞ്ചിന്റെ അകത്ത് മഞ്ഞ ഒരു 10 ദിവസം നേരത്തെയാണ്. 10 ദിവസം നേരത്തെ വരും, ഓറഞ്ച് 10 ദിവസം ലേറ്റ്. അപ്പം എന്ന് വെച്ചാൽ ഈ മഞ്ഞ നട്ടതിന് ശേഷം 10 ദിവസം ബാക്കിട്ടിട്ട് മുളപ്പിക്കാനും. നമ്മുടെ ചുവന്ന ചെണ്ടുമല്ലി. അതായത് പിന്നെ മഞ്ഞക്ക് കുറച്ചുകൂടി സമയം വേണം. ചുവന്ന ചെണ്ടുമല്ലിക്ക് സമയം കുറവാണ്. ഇത് ഈ മഞ്ഞ നട്ടതിന് ശേഷം 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഓറഞ്ച് നട്ടത്. എന്നിട്ടും ഓറഞ്ച് പൂക്കൾ എന്നിട്ടും ഓറഞ്ച് മുഴുവൻ വിരിഞ്ഞു. ഈ 2 ഇതിൽ മാത്രമേ ഫസ്റ്റ് നട്ടുള്ളൂ. പിന്നെയെല്ലാം കുറച്ച് ലേറ്റാക്കി തൊട്ട് അതിലെല്ലാം പിരിയാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ആരൊക്കെയാ സഹായിക്കുക? ഭാര്യയും അമ്മയുണ്ടല്ലോ അല്ലേ? അമ്മ, പെങ്ങന്മാർ, എല്ലാവരും കൂടിയിട്ട് ഉള്ള സഹായം. ചില ഈ പ്രാണികളൊക്കെ വരുന്നുണ്ട്, ചില പുഴുക്കളുണ്ട്, പ്രാണികളുണ്ട്. ഇതിപ്പോ ഈ പ്രാവശ്യം ഇതിന് പ്രത്യേക മരുന്ന് എന്തെങ്കിലും കൊടുക്കണോ? നമ്മൾ ഈ ചെണ്ടുമല്ലി കൃഷിക്ക് ഇങ്ങനെ പുഴുക്കൾ വരുമ്പോ ഇലകളൊക്കെ തിന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതിപ്പോ കൂടുതലായോണ്ടാ. കുറഞ്ഞതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചിട്ടുള്ള കൈകാര്യം. ഇതിപ്പോ കൂടുതലായോണ്ട് ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കരമായ പുഴുക്കളും കീടങ്ങളും. അപ്പൊ അത് ആളുകൾ വരുന്നതിന് മുന്നേ കുറച്ച് ചെറിയ പോയസൺ ഒന്നും അടിക്കാണ്ട് എന്തായാലും ഈ പുഴുക്കൾ പോകും. ആളുകൾ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ വേപ്പിന്റെ ചപ്പ് മാത്രമാണ്. വേപ്പ് ചപ്പ് അരച്ചിട്ട് അതിന്റെ ജ്യൂസ് അത് തളിക്കൽ മാത്രം. അരച്ചാൽ മതി. അരച്ച് എന്നിട്ട് അതിനുശേഷം വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കയ്പും ഇത് ഇല തിന്നൂല. ആളുകൾ വരുന്നവരെ എന്തായാലും ചെറിയ ദോശ തളിച്ചേ മതിയുള്ളൂ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു മാതൃകാ തോട്ടാണ് ഇപ്പോൾ അഴീക്കോട് സുലേഷ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഹാപ്പി. താങ്ക് യു.